എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുഡിങ്ങിനാണെങ്കിലും കേക്കിനാണെങ്കിലും ഐസ്ക്രീമിനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു ഐറ്റം ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല കടലമിഠായി ഒക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് അതേപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ ഇതിനകത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. ഇപ്പോൾ ഞാനിത് സ്പീഡിലിട്ടതാണ്, അപ്പോൾ പതുക്കെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം കൂട്ടിയിടരുത്. കാരണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങനെ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്ന സമയത്ത് ഈ സോസ് പാൻ തന്നെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നടുഭാഗം കുറച്ച് അതേപോലെ തന്നെ നിൽക്കും. അപ്പം ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു സോസ് പാൻ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം മതി. അപ്പോൾ ആ ഒരു ബട്ടർ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു പീനട്ടും അതേപോലെ തന്നെ പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാഷ്യൂ, ബദാം അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേഗം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാതാണെങ്കിൽ ആ ഒരു പ്ലേറ്റിനകത്ത് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് ഇതിനകത്തേക്ക് ഒഴിച്ചാലും മതി. ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ആ ഒരു ബട്ടർ പേപ്പറിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം കട്ടി ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്കിത് പൊടിച്ചെടുക്കാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഒന്ന് ആ ഒരു സ്പൂണും കൂടെ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയൊന്നും വേണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇടുന്നാൽ മതി. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, പുറത്ത് തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തണുത്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാലോ, ഈ ഒരു ഷുഗർ ഇതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ നല്ല ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ബട്ടർ പേപ്പറിനകത്തുനിന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് കാഷ്യൂം ബദാമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു കല്ലിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇടിച്ച് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ മിക്സിക്കകത്ത് ഇടരുത്. മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓവറായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അത്രയൊന്നും പൊടിയരുത് ഈ ഒരു ഐറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു കല്ലിനകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൊട്ടിക്കുന്നതിനിടയ്ക്ക് തന്നെ ഇടയ്ക്ക് വലിയ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇത് പൊടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളിത് കഴിച്ചു പോകും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കല്ല് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് ആ ഒരു ഇത് പൊടിച്ചെടുക്കേണ്ടത്, ഈ ഒരു പ്രളയം പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വലുതായിട്ട് കിടക്കുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ആ ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എല്ലാം ഒരേ സൈസ് തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കേക്കിന് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് പുഡിങ്ങും നമ്മുടെ കേക്കിനും ഒക്കെ ഉണ്ടാക്കുന്ന പ്രളയനാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കൊണ്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമല്ല, നമുക്ക് പുഡിംഗ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.